ഫൈസൽ ബ്രോ നമസ്കാരം. നമുക്കേ കുറച്ച് നല്ല കാറുകൾ വേണം. കാര്യമൊന്നുമല്ല, മഴക്കാലാണ് വരാൻ പോണത്, പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോവാണ്. ഇപ്പൊ 2 വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, 2 വീലർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ചെറിയൊരു വാഹനം, നല്ലൊരു കാറ് ആഗ്രഹിച്ച് നടക്കുന്ന സമയമാണ്. അപ്പൊ ഈ മാസം കുറച്ച് നല്ല വാഹനങ്ങൾ കാണിച്ചു കൊടുത്തേ പറ്റൂ. സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 ലക്ഷം മുതൽ ഒരു 10 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. നമ്മൾ എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് ധൈര്യപൂർവ്വം സാധാരണക്കാർക്ക് കയറി വരാൻ പറ്റുന്ന ഷോറൂം. അതെ അതെ, ധൈര്യപൂർവ്വം നമ്മൾ ഫുൾ കണ്ടീഷനോട് കൂടി കൊടുക്കുന്ന വണ്ടികളാണ്. വാറന്റി ഉണ്ട് വണ്ടികൾക്ക്. വാറന്റി ഉണ്ട്. എത്ര നമുക്ക് വാറന്റി കൊടുക്കാൻ? നമുക്ക് 6 മന്ത് മുതൽ 1 ഇയർ വരെ വാറന്റിയുള്ള വണ്ടികളുണ്ട്. പിന്നെ ഫ്രീ സർവീസും കൂടെ കൊടുക്കുന്നുണ്ട്. ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കില്ലേ. ഇത്രയും സ്റ്റോക്കുള്ള ഷോറൂം പാലക്കാട് വേറില്ല. നമ്മൾ വാഹനങ്ങൾ ഓരോന്ന് പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാണിക്കമാത ജംഗ്ഷന്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പ്, പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ്. പാലക്കാട് കാണിക്കമാത ജംഗ്ഷൻ, ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് തൊട്ടടുത്ത് വിശാലമായിട്ടുള്ള ഷോറൂം. ഇഷ്ടം പോലെ സ്റ്റോക്കാണ്, 100-ലധികം സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഉണ്ടാവും. എ മോട്ടോഴ്സിന്റെ ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോറൂമാണ്. ഞാൻ പ്രൈസ് റേഞ്ച് ഇവർ പറഞ്ഞിട്ടില്ല, 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഈ റേഞ്ചിൽ എടുക്കുന്ന ആളുകൾ ആരാ? സാധാരണക്കാർ. അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് വാറന്റിയോട് കൂടിയിട്ട് ഫ്രീ സർവീസോട് കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ഷോറൂമിലേക്ക് വന്നാൽ. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വാറന്റി 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും കിട്ടില്ല? കിട്ടും. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും കിട്ടും. മാരുതി ഏത് സർവീസ് സെന്ററിൽ പോയാലും ഇവരുടെ ഈ പറയുന്ന വാറന്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാനുള്ള സമയമില്ല. നമുക്ക് ഓരോ വാഹനങ്ങൾ, ഓരോ സെഗ്മെന്റ് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യം ലോ ബഡ്ജറ്റ് മുതൽ തുടങ്ങാം. ഇത് ഹ്യുണ്ടായിയുടെ i10 അല്ലേ? ഏത് മോഡൽ ഏതാ? ഇത് 2009-2010 രജിസ്ട്രേഷൻ i10. ഏതാ വേരിയന്റ്? ഏതാ വേരിയന്റ്? മാഗ്ന പ്ലസ് വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? നമുക്ക് ഇത് ടെസ്റ്റ് ആയിട്ടുണ്ട്. ടെസ്റ്റ് എടുത്ത് കൊടുക്കും. പേപ്പറും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി എല്ലാ വാഹനങ്ങളും ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുള്ളൂ അല്ലേ? പെൻഡിങ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,20,000 രൂപ. 1,20,000. ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷമാണ് വാഹനം കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ചെറുവാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2018 മോഡലാണ്. 2018. ഏതാ വേരിയന്റ്? ഏതാ? ഇത് വേരിയന്റ് എറ വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല ഫുൾ കണ്ടീഷൻ ആണ്. 4 ടയർ പുതിയ ടയറാണ്. 4 ടയർ പുതിയതാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? 2018 ആണല്ലേ? വേറെ കംപ്ലൈന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതൊരു 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ടിലൊക്കെ വാങ്ങാൻ പറ്റുന്ന വാഹനമാണ്. ഇനി ഇതിന്റെ പ്രൈസ് ആണ് പറയുന്നത്. പ്രൈസ് തന്നെ 2,60,000 രൂപ. 2,60,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 60 ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ ചെയ്യാം. മാക്സിമം ലോൺ നമുക്ക് 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തായിട്ട് നമ്മുടെ ഓൾട്ടോ നിർത്തുന്ന സമയത്തുള്ള ഫേസിൽ വരുന്ന വാഹനം, നല്ല ക്വാളിറ്റി വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇതിന്റെ മോഡൽ എത്ര? ഇത് 2021 മോഡലാണ്. ഏതാ വേരിയന്റ്? 2021 മോഡൽ VXi ആണ്. VXi സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 56 ഓടിയിട്ടുള്ളൂ. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന്റെ 1 ഇയർ വാറന്റി കൊടുക്കാം. 3 ഫ്രീ സർവീസും കൊടുക്കാം. 1 വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കാം. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഈ പറയുന്ന 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആക്സിഡന്റ് ഇല്ല, റീപ്ലേസിലാണ്. വേറെ ടീമിൽ നിന്ന് ചെക്ക് ചെയ്തതിനു ശേഷമാണല്ലോ ഇത് കൊടുക്കുക. ഒരു VXi എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത് ABS 2 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ നല്ല ലെതറിന്റെ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ 2 പുതിയ ടയറാണ്. ബാക്കിൽ ഒരു 50 ഉണ്ട്. 50. ഓക്കെ. ഫ്രണ്ടിലത്തെ പുതിയ ടയേഴ്സ് ആണ്. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,65,000 രൂപയാണ്. 3,65,000. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? അതിൽ നമുക്കൊരു 3 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 65 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് തരികയാണെങ്കിൽ 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഓൾട്ടോ തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓൾട്ടോന്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. പഴയതും പുതിയതും പല കളറിലും പല വേരിയന്റിലും പല ബഡ്ജറ്റിലും. അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്ന് പരിചയപ്പെടാം. ഇത് 2022 മോഡലാണ്. അതായത് ആൾട്ടോ നിർത്തിയിട്ടുള്ള സമയത്തുള്ള മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ഷെ ഇത് LXi ആണെങ്കിൽ ഇത് 2 എയർ ബാഗും ABS എയർ ബാഗ് ഇത് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ല. അതിൽ വരുന്നുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് ആണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ
കണ്ടീഷൻ ടയറാണ്. ഓക്കെ, പിന്നെ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന അന്നത്തെ ആ സമയത്തുള്ള ഒരു ഓൾട്ടോ ആണ്. വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,70,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. 3,75,000. ഒരു 60 ഡൗൺ പേയ്മെന്റ് ആണ് വണ്ടി ഇറക്കാം, നമുക്ക് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വാറണ്ടി സർവീസ് നമുക്കുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ്. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് മാരുതിയുടെ സർവീസ് ഏത് ഓതറൈസ്ഡ് മാരുതിയുടെ ഷോറൂമിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എറണാകുളത്തുള്ള ഒരാൾ ഇവിടെ വന്ന് വണ്ടി എടുത്താൽ ഇവിടേക്ക് സർവീസിനും കാര്യങ്ങളും വരേണ്ട ആവശ്യമില്ല, എറണാകുളത്ത് തന്നെ ചെയ്യാം. തിരുവനന്തപുരം പോകണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. ഓൾ ഇന്ത്യ പറഞ്ഞു നടക്കുന്ന ഏത് മാരുതി സർവീസ് സെന്ററിൽ പോയാലും നിങ്ങൾക്ക് ഈ പറയുന്ന സർവീസും അതുപോലെ തന്നെ വാറണ്ടി ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ഇഗ്നിസ്. നെക്സയിലൂടെ ഇറങ്ങുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 മോഡലാണ് വണ്ടി. സീറ്റ എന്നുള്ള ഓപ്ഷനാണ്, അതായത് ആൽഫയാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. തൊട്ട് താഴെ വരുന്നതാണ് സീറ്റ. എന്നാലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഒരു 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ സീറ്റ എന്ന് പറയുന്ന ഈ വേരിയന്റിൽ ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് എടുത്തു വരാൻ പറ്റുന്ന ഫീച്ചേഴ്സ്? അലോയ് വീൽ വരുന്നുണ്ട്, എയർ ബാഗ്, സ്റ്റീരിയോ, ലെതർ സീറ്റ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. ക്യാമറ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഫുൾ ഓപ്ഷൻ തന്നെ പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? 5,10,000 രൂപ. 5,10,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ലോൺ ചെയ്യാം. ഈ വാഹനത്തിന് നിങ്ങൾ വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ വണ്ടിക്ക് നിലവിൽ 2018 മുതൽ വണ്ടികൾക്ക് നമ്മൾ മാരുതി വാറണ്ടി കൊടുക്കും. പക്ഷേ ഇത് 2017 ആണെങ്കിലും നമ്മൾ 1 ഇയർ വാറണ്ടി എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് വിടുന്നില്ല, ഫ്രീ സർവീസ് ഉണ്ടാവില്ല, പക്ഷെ വാറണ്ടി ഉണ്ട്. എല്ലാം 1 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ടാവും. ഓക്കെ, അടുത്തായിട്ട് മാരുതിയിലെ ഒരു ഇത്തിരി കുഞ്ഞൻ എക്സ്പ്രസോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നപ്പോ? ഇത് 2021 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണിത്. ഏത് വേരിയന്റ്? ഇത് വേരിയന്റ് പറഞ്ഞ VXI ആണ്. VXI വേരിയന്റ് ആണ്. ഇതിൽ നമുക്കൊരു 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ എഞ്ചിന് അത്യാവശ്യം നല്ല മൈലേജും മൈലേജ് ഉള്ള വണ്ടിയാണ്. മൈലേജ് സെഗ്മെന്റ് വാഹനമല്ലേ ഇത്? നല്ല മൈലേജ് വണ്ടി. ഓക്കെ, ഇതിൽ VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ലെതറിന്റെ സീറ്റ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ്. ഫ്രണ്ടിലെ പുതിയ ടയേഴ്സ് ആണ്, ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ആണ്. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിൽ ചോദിക്കുന്ന പ്രൈസോ? പ്രൈസ് ചോദിക്കുന്നത് 4,25,000 ആണ്. 4,25,000. ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ചെറിയ ഫാമിലി. നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടല്ലേ? അത് നമുക്ക് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തരുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുതിയ വാഹന ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ വിശ്വാസത്തോടു കൂടി എടുക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് വീണ്ടും തന്നെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നേരത്തെ ZXi, ഇപ്പൊ VXi. ഓക്കെ, മോഡൽ 2021 മോഡലാണ്. 21 മോഡൽ VXi സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വണ്ടി. ഒരു 61,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 61,000 കിലോമീറ്റർ. അത് ജെനുവിൻ കമ്പനി സർവീസ് ഉള്ളതാണ്. ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാം അവൈലബിൾ ആണ്. ഈ VXiയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? VXiയിൽ നല്ല ലെതറിന്റെ സീറ്റ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻസർ എല്ലാം വരുന്നുണ്ട്. സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? 5,40,000 രൂപയാണ്. 40,000 രൂപ. 5,40,000 ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്കൊരു മാക്സിമം 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ലോൺ ചെയ്യാം. ഓക്കെ, നമ്മള് എല്ലാ സെഗ്മെന്റിൽ നിന്നും ഈ 2 വാഹനങ്ങൾ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിന്റെ സമയക്കുറവും പിന്നെ ഇത്രയും വാഹനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വാഹനങ്ങൾ അതെ അത് കണ്ട് അനുഭവിച്ചു തരണം. ഇവിടെ ഇങ്ങനെയൊക്കെ ഷോറൂമുകൾ വന്നാലേ നമുക്ക് ഈ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വാഹനങ്ങളും പരിചയപ്പെടുത്തി തരുമ്പോൾ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റിലും കളറിലും ഒക്കെ വാഹനങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സെലേറിയോ ഓൾഡ് ഫേസിൽ വരുന്ന വാഹനം 2017 മോഡലാണ്. 2017 മോഡൽ. വേരിയന്റ് VXi ആണ്. സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 48,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണെങ്കിൽ 48,000 കിലോമീറ്റർ. ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. VXiയിൽ എന്തൊക്കെയാണ് ഈ സെലേറിയിൽ നമുക്ക് വരുന്നത്? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ കമ്പനി സ്റ്റീരിയോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലേ? നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് 3,90,000 ആണ് ചോദിക്കുന്നത്. 3,90,000. എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? 50 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ച് ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്തു. ഓക്കെ.
ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? വാറണ്ടി കൊടുക്കുന്നില്ല, നമ്മള് ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. 2017 ആയതുകൊണ്ട് 2017 മോഡലാണ്. 18 മുതലാണ് വാറണ്ടി കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് വാറണ്ടി വേണമെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ എടുത്തു കൊടുക്കാം. വാറണ്ടി നിങ്ങൾ എടുത്തു കൊടുക്കും, കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ. ഓക്കെ, ശരി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ വന്നു, ഉദാഹരണത്തിന് ഒരു സെലറി അല്ലെങ്കിൽ വാഗനർ ഒക്കെ എടുക്കാൻ വരികയാണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, പല കളറിൽ വരുന്നുണ്ട്, പല ബഡ്ജറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മാനുവൽ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് എത്രയാണ് മോഡൽ? ഇത് 2015 മോഡലാണ്. ലോ ബഡ്ജറ്റിലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ചോദിച്ചു വരാറുണ്ട്. അവർക്ക് പറ്റിയ വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത്. 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 62,000 കിലോമീറ്റർ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല സീറ്റ് വണ്ടി. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതിന് ഫീച്ചേഴ്സ് വരുന്നത് VXi തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ലെതറിന്റെ, ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ഇതിൽ ആൻഡ്രോയിഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഒരു ഫുൾ ഓപ്ഷന്റെ പോലെ ആക്കിയിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. ഇന്റീരിയലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് ഒരു 3,40,000 രൂപയാണ്. 3,40,000. ഇതിപ്പോ 2015 ആയതുകൊണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50 രൂപ ചെയ്യാം. നമുക്ക് 50 രൂപ നമുക്ക് ചെയ്യാല്ലേ? ഓക്കെ. വാഹനങ്ങളെ സ്നേഹിക്കുന്ന വണ്ടിപ്രാന്തന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാഹനം ഏതാ? സ്വിഫ്റ്റ് ആണ്. ആ സ്വിഫ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ സ്വിഫ്റ്റ്, പല കളറില്, പല വേരിയന്റില്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്, മാനുവൽ ആണെങ്കിൽ മാനുവൽ. അപ്പൊ നമുക്ക് എല്ലാം പരിചയപ്പെടാൻ സമയമില്ല, നമുക്ക് കുറച്ചൊരു 2 വാഹനം പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. VXi ആണ് വരുന്നത്. ഈ ബ്ലൂ കളറിന് പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന കളറാണ്. ഈ കളർ നല്ല ഡിമാൻഡുള്ള കളറാണ്. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇതൊരു 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? 4 പുതിയ ടയർ, 4 പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഫീച്ചേഴ്സ് നമുക്ക് VXi വെച്ചിട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, നല്ല ലെതർ സീറ്റ് വരുന്നുണ്ട്, ABS എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസിലെ. ഇതിൽ നമുക്കിപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50,000 ഇടുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തു. 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്തു. 5 വർഷം വരെ ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? വാറണ്ടി ഉണ്ട്. നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ടാവും, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അടുത്ത നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് കൂടി പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് നമുക്ക് 2021 മോഡലാണ്. 21 ലാസ്റ്റ് ആണ് വരുന്നത്. 2021 ലാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. ഇത് VXi തന്നെയാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 24,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. നീറ്റ് വണ്ടിയാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ്? നമുക്ക് ഫീച്ചേഴ്സ് വരുന്നത് അഡീഷണൽ ആയിട്ട് ഇതിൽ VXiയിൽ സാധാരണ നോർമൽ വരുന്നതിനേക്കാൾ അഡീഷണൽ ആയിട്ട് ഇതിൽ അലോയ് വീൽ വരുന്നുണ്ട്. അലോയ് കാര്യങ്ങളും കേറിയിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി ആയിട്ട് വരുന്നത് നല്ലൊരു പവർ ഉണ്ട്, ABS, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫുൾ ഓപ്ഷൻ പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? ഇത് ചോദിക്കുന്ന പ്രൈസ് 7 ലക്ഷം രൂപയാണ്. 7 ലക്ഷം രൂപ. ഒരു സാധാരണ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ഇപ്പൊ നിലവിലുള്ളത്. ഇതിൽ തന്നെ നമുക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ വരെ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് വാറണ്ടി ഉണ്ട്. ഇതിനും അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിലും വലുത് ഇനി എന്താ കിട്ടാറുള്ളത്? കാരണം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റണം. നമ്മൾ മുടക്കുന്ന 7 ലക്ഷത്തിന് നമുക്ക് ക്വാളിറ്റി വേണം. അതാ ഈ ഒരു വാഹനത്തിനുണ്ട്. തീർച്ചയായും. അടുത്തായിട്ട് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വാഹനങ്ങളൊന്നാണ് മാരുതിയുടെ ബലേനോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ ബലേനോയാണ്. 17 രജിസ്ട്രേഷൻ വരുന്നല്ലേ? ഏതാ വേരിയന്റ്? ഇത് വേരിയന്റ് വരുന്നത് സീറ്റ എന്നുള്ള ഓപ്ഷനാണ്. അതായത് ആൽഫ കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന സീറ്റ. തൊട്ട് താഴെയുള്ള വേരിയന്റ് അല്ലേ? ഇത് മാത്രമല്ല ഓട്ടോമാറ്റിക് കൂടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഗിയർ ബോക്സ് ആണ് വരുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടിയിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, ഒരു 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉള്ള വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു സീറ്റയിൽ നമുക്ക് അലോയ് വീൽ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അത് ആൽഫയിലാണ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമർ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഫുൾ ലോഡ് പോലെ ആക്കിയിട്ടുണ്ട്. ഫുൾ ലോഡ് ടോപ്പ് എൻഡ് പോലെ ആക്കിയിട്ടുണ്ട്.
വീല്, പുതിയ ടയേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് ചോദിക്കുന്നത് ഒരു 5,80,000 രൂപയാണ് ചോദിക്കുന്നത്. 5,80,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം പറഞ്ഞ പോലെ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്യാം. ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ, ഇപ്പൊ ട്രാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, സിവിൽ സ്കോർ ഒക്കെ നിൽക്കുന്നതിൽ 50,000 കൊടുക്കണ്ട, നമുക്ക് കുറച്ച് അതിന് കുറച്ച് കൊടുക്കാം, ലോൺ ചെയ്യാൻ പറ്റും. അതൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനെ പോലെ നോർമൽ ആയിട്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് 50,000 പറയണത്.